പുഷ്പരാജ് അങ്ങനെ പുഷ്പ വീണ്ടും കണ്ടിരിക്കുകയാണ്. പുഷ്പ 2 എന്താ അവസ്ഥ? ഫ്ലോപ്പ് കണ്ടിട്ട് ഞാനേ പടം കണ്ടോണ്ടിരുന്ന ഇന്റർവെല്ലിൽ ഇറങ്ങിയപ്പോ ഒരാളെ ഞാൻ പറയാ തിയേറ്റർ അങ്ങ് പൊട്ടിത്തെറിച്ച മതിയായിരുന്നു. രശ്മിക മന്ദാനക്ക് വേണ്ടി പ്രത്യേകം സീൻസ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല നാഷണൽ അവാർഡ് നോക്കാൻ വേണ്ടി. ആ ഒരു ലെങ്തി ഷോട്ടൊക്കെ എന്ത് പറയാണ് കാണിച്ചു വെച്ചേക്കണത്. ഇമോഷണൽ സീൻസ് ഒന്നും വർക്കാവാണ്ട് ചുമ്മാ എന്താണ്ടൊക്കെ കാണിച്ചു വെക്കാൻ അതിന് എടുത്തു വെച്ചേക്കുന്നത്. സെക്കൻഡ് പാർട്ടിലേക്കുള്ള ഒരു സാധനം പോലും ഇല്ല. ഫസ്റ്റ് പാർട്ട് തന്നെ എടുത്ത സമയത്ത് തന്നെ എന്തിനാ വേണ്ടി നിർത്തിയ പോലെ ആയിരുന്നു. ഇത് സെക്കൻഡ് പാർട്ട് വന്നപ്പോ അത് തേർഡ് പാർട്ടിന് വേണ്ടി എന്തെങ്കിലും കാണിക്കണമെന്ന് വെച്ച് നിർത്തിയത്. ഫഹദ് ഉള്ളവരെ അത്യാവശ്യം വലിയ സീനില്ലാതെ പോയിട്ടിരുന്ന പടമായിരുന്നു. പിന്നെ എന്തൊക്കെയോ സംഭവിച്ചു. പിന്നെ എന്തോ പുതിയ ആൾക്കാരൊക്കെ വന്ന് ലാസ്റ്റ് ഒരു അവിയില് പരിപാടി കളഞ്ഞു. ക്ലൈമാക്സ് എന്നാ ഇതിൽ സ്പോയിലർ ഉണ്ടാക്കുക. അല്ല ഓരോ സീന് എന്തോരം വലിക്കാൻ പറ്റും അത്രയും വലിച്ചാണ് എഴുതിയേക്കണേ. ഒരു മിനിറ്റ് അങ്ങാണ്ട കിടക്കൊക്കെ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോങ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്താ പറയാ, ഒരു സെറ്റ് ഇതിന് 2 സോങ് ഒക്കെ വെച്ചാണ്. സെറ്റിന്റെ ഫണ്ട് മുതലാക്കാനാണ് 400 കോടി അങ്ങാണ്ട് ബഡ്ജറ്റ് ഉണ്ട്. എനിക്കവിടെ കോസ്റ്റ്യൂമിലായിരിക്കും അത്ര ബഡ്ജറ്റ് ആയെന്നോടെ. എന്തെങ്കിലും ഒരു ചെറുതായിട്ടൊന്ന് സീനൊന്ന് അപ്പായി വരുമ്പോഴേക്കും അപ്പൊ തന്നെ ആ സോങ് ഇട്ടിട്ട് ആ സീൻ മൊത്തം ഡൗൺ ആക്കി. ഇന്റർവെല്ലിന് ശേഷമുള്ള ഒരു ചേസിങ് പരിപാടി, ആ ചന്ദനം കടത്തണ സീനെ കുറച്ചുകൂടി നൈസായിരുന്നു. സ്റ്റാഫൊക്കെ അത്യാവശ്യം വലിയ സീനില്ലാതെ എൻഗേജ് ആയി പോയതായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ച പടം മൊത്തത്തില് വലിയ സീൻ ഉണ്ടാവില്ലായിരിക്കുന്നത്. പിന്നെ സെക്കൻഡ് ഹാഫിലായിട്ട് ഒരു പർട്ടിക്കുലർ പോർഷൻ എത്തുമ്പോഴാണ് സാധനം തവിടുകയാണ്. എന്തായാലും നിങ്ങ കാണണം എന്ന് ചോദിച്ചാൽ അത്യാവശ്യം തിയേറ്ററിലിരുന്ന് റെസ്റ്റ് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉച്ചക്ക് ഫുഡൊക്കെ കഴിച്ചു വന്ന് കിടന്നുറങ്ങാം. അങ്ങനത്തെ മൈൻഡുള്ളവർക്കൊക്കെ ജസ്റ്റ് പോയിരിക്കാം. എന്തായാലും നിങ്ങൾ കണ്ടിട്ടപ്പോ കമന്റ് ചെയ്യാൻ അഭിപ്രായം.